അതൊക്കെ ഞാനിപ്പോൾ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ കേട്ടാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വേറെ ഒന്നല്ല, ഒരു ഷൂട്ട് ഡേ ആണ്. അപ്പോൾ ഒരു ഷൂട്ട് ഡേ മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സംബന്ധം നമുക്ക് 2 ഷൂട്ട് ഉണ്ട്. ഒന്ന് ഓഫീസിലും മറ്റൊന്ന് ഡെക്കാത്തലോണിന്റെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പൊ രണ്ടിനും നമുക്ക് പോകണം. രണ്ട് ടൈമിലും കൂടിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സ്മോൾ ഗെറ്റ് റെഡി വിത്ത് മീയും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, ഈ ഒരു കുട്ടി വ്ളോഗിൽ കാണാം. അപ്പോൾ അത് വിട്ട് റെഡി ആയിട്ട് വരാം. ഞാൻ കൂടുതലൊരു സിമ്പിൾ മേക്കപ്പിൻ്റെ ആളാണ് കേട്ടോ. അത് തന്നെ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ബേസ് ആയിട്ട് മെയിനായിട്ടും സ്കിൻ പ്രെപ്പ് ചെയ്യുന്നുള്ളതാണ് വീഡിയോ എടുക്കുന്നതിനേക്കാളൊക്കെ മുന്നേ. അപ്പോൾ അതിൻ്റെ സ്കിൻ പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിനുശേഷം ഫൗണ്ടേഷനാണ് ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ ലിപ്സ്റ്റിക്കാണല്ലോ നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഫൗണ്ടേഷൻ പാക്കിൻ്റെ ആണ്, പക്ഷേ ലിപ്സ്റ്റിക്ക് ഏതിൻ്റെ ആണെന്നുള്ളത് എനിക്ക് അത്ര ഐ തിങ്ക് മാൾസിൻ്റെ ആണ് ലിപ്സ്റ്റിക്ക്. ഞാനപ്പോൾ ഇന്ന് വെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പിൻട്രസ്റ്റിൽ ഓൾറെഡി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു സ്റ്റൈൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ബേസിൽ ഞാനൊരു തുണി എടുത്തിട്ട് തയ്പ്പിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു ഡിസൈൻ വരുന്നത്. ഡിസൈൻ അപ്പോൾ അത് വെച്ച് അതാണ് ഇന്നത്തെ ലുക്ക്. ഷൂട്ടിന് ഞാൻ ഇന്ന് കൊണ്ടുപോകുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പൊ അതിനി റെഡി ആക്കിയിട്ട് വരാം. തേച്ചില്ല, ഇനി അത് പോയി തേച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. ദിസ് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സൺ. ഇതാണ് കേട്ടോ നമ്മുടെ ഓവറോൾ ലുക്ക് വരുന്നത്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടോപ്പ് വരുന്നത് ഇത് തയ്പ്പിച്ചതാണ് കുറച്ച്. പക്ഷെ ഇപ്പം ഞാൻ 2-3 മാസങ്ങളായിട്ട് ഇട്ടതിന് ശേഷം ഇപ്പം കുറച്ചിവിടെ ടൈറ്റ് ആയതുപോലെ ഉണ്ട്. ഇനി നമുക്ക് സെറ്റാണ് കേട്ടോ സാധനം. ഓക്കെ അല്ലേ? ഹേ ഗേളീസ്, ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. ഷൂട്ടിന് പോകാനുള്ള ലുക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് ഷൂട്ടിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഒന്നും നമ്മൾ റെഡി ആയിട്ടില്ല. ഇനി ഞാൻ ഫസ്റ്റ് ടൈം വ്ളോഗ് എടുക്കണമെന്ന് എനിക്ക് ഒരു തട്ടിക്കൂട്ട് വ്ളോഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം എനിക്കിത് എങ്ങനെ ക്യാപ്ചർ ചെയ്യണം. കാരണം ഒരുപാട് നമുക്ക് അതിന്റെ ഇടയിലൂടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടേക്ക് ഈ റൂട്ടിലേക്ക് ബസ് ഓടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പലക്കാതെ വരെ നടന്ന് പോകേണ്ടി വരും. അപ്പൊ അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ ഇനി ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കിട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് കഴിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കിനി ഷൂട്ടിന് പോകേണ്ട കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. എന്റെ ഡുണ്ടുമോള് ഇവിടുന്ന് നോക്കാം കേട്ടോ. കാണിച്ചുതരാം. അതൊക്കെ ഞാനിപ്പോൾ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ എന്നോട് തിന്നാൻ സമ്മതിക്കില്ല. ഇത് കേട്ടാ കഴിഞ്ഞേ. അങ്ങനെ കഴിഞ്ഞോട്ടാ. Bye. സൺലൈറ്റ് അടിക്കുമ്പോൾ സ്കിന്നിൻ്റെ ഒരു കളറൊക്കെ ഫൗണ്ടേഷൻ കൂടെ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഞാൻ എഴുതുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് പ്രതീക്ഷയുണ്ട്. നോക്കാം. ഇല്ല, എന്തായാലും അങ്ങനെ നമ്മളൊരു 5:30 കൂടിയിട്ട് ഡെക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട്. ഡെക്കാത്തലോണിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമുക്ക് ഒരുപാട് അവിടെ വീഡിയോസിൽ എക്സ്ട്രാ തന്നെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഒരു ഫോണല്ലേ ഉള്ളൂ. ഹലോ ഗൈസ്,
ഇതാണ് നമ്മളുടെ പാട്ടപ്പാഴയ ഫോൺ. ടോട്ടലി എക്സ്ഹോസ്റ്റഡ്. സത്യം പറയാലോ ഈ വീഡിയോക്ക് റെന്റ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ എന്റെ എടുക്കാനായിട്ട് അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു വിചാരിച്ചത്, പക്ഷെ എനിക്ക് സാധിച്ചില്ല. കാരണം അവിടുന്ന് ഷൂട്ട് തന്നെ അത്യാവശ്യം ഭയങ്കര ഹിറ്റായിരുന്നു. ഒരുപാട് നമുക്ക് കാര്യങ്ങൾ കവർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരൊറ്റ ഫോണിലാണല്ലോ നമ്മൾ ആ ഷൂട്ടിങ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നടക്കുന്ന പോർഷൻസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ഇതുപോലെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. മാത്രമല്ല ഇനി വീട്ടിൽ വന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ട് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും. കാരണം നാളെ ഇലക്ഷൻ ആണല്ലോ, ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ നമുക്ക് ബസ്സിൽ തന്നെ ബ്ലോക്ക് കിട്ടി. ഒന്നും എനിക്ക് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഫിനിഷിങ് കിട്ടിയില്ല വീഡിയോയ്ക്ക് സത്യം പറയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഫസ്റ്റ് ബ്ലോക്ക് അല്ലേ, അടുത്തതിൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് ബെറ്റർ ആവാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബെറ്റർ ആയിരിക്കണല്ലോ. ആൻഡ് ഓൾസോ ഞാൻ എന്റെ ഒരു ഫ്രീലാൻസ് വീഡിയോ പ്രസന്റേഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ക്ലയൻസുകളിൽ കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോ എക്സ്ട്രാ ഒരു ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗേൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 9 to 5 ജോബ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ ഫ്രീലാൻസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ പ്രസന്റേഷൻ ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ അത്യാവശ്യം വെൽ പ്രൊഫഷണൽ ആയുള്ള ഒരു ഫീൽഡും കൂടി ഇതിൽ നിങ്ങൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു എമൗണ്ട് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒരു സാലറിക്ക് പുറമെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സാലറിക്ക് പുറമെ എക്സ്ട്രാ ഇങ്ങനത്തെ ഒരു ഏണിങ്സ് കിട്ടുന്നത്, ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻകം കിട്ടുന്നത് എന്തുകൊണ്ട് നമുക്ക് അടിപൊളിയല്ലേ നമ്മളെ പല കാര്യങ്ങളും മീറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അതിനെ പറ്റുള്ളൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ വീഡിയോ പ്രസന്റേഷൻ ഫ്രീലാൻസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, ഇനി അതെല്ലാം മറ്റേതെങ്കിലും ഫ്രീലാൻസ് ഓപ്ഷൻസ് കരിയർ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.